നീ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല സുഭദ്ര. സത്യത്തിൽ മരണശേഷം ഞാൻ നിന്നോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. മറിച്ച് ഞാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. പൂജിച്ച് മന്ത്രവിധി പ്രകാരം നിന്നെ ബന്ധിച്ചിരുന്ന ആ കറുത്ത പൊട്ട് മാറ്റിയത് ഞാനാ. അതുകൊണ്ടാ നിനക്കിപ്പോഴും ഇങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നത്. അതിന്റെ നന്ദി പോലും ഇല്ലാതെ നീ എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വേട്ടയാടി നടക്കുന്നത്? അല്ലെങ്കിൽ പറ, ഇനി ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? പറ, എന്താ നിനക്ക് വേണ്ടത്? അത് ഞാൻ നടത്തിത്തരാം. എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്താ നിനക്ക് വേണ്ടതെന്ന് എന്നെ അറിയിക്ക. തുറന്ന് പറ, എന്താ വേണ്ടതെന്ന്. മോക്ഷം. നീയോ? നീ എന്തിനാ ഇവിടെ വന്നത്? അറിയാതെ ഉറക്കമായിരുന്നപ്പോ ആരോ സംസാരിക്കുന്ന കേട്ടു. വന്ന് നോക്കണമെന്ന് തോന്നി. പിന്നെ ഓരോന്ന് ചോദിക്കുന്ന കേട്ടപ്പോ അറിയാതെ ഉത്തരം പറയണമെന്ന് തോന്നി. അത്ര തന്നെ. നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ മനുഷ്യ? നീയല്ലേ പറഞ്ഞത് സുഭദ്ര സർവശക്തയാണ്, വാഴയാണ്, ചേനയാണെന്നൊക്കെ? അവൾക്ക് മറുപടി തരാലോ. പിന്നെ എന്തിനാ ഒരു മീഡിയമായിട്ട് നീ? മീഡിയം വേണം സാറേ. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം. ഇനിയെങ്കിലും സാറ് വിശ്വസിക്കും. ഞാൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. എങ്ങനെയും മോക്ഷപദം കയറുക എന്നുള്ള ലക്ഷ്യം മാത്രം. നമ്മൾ പിതൃക്കൾക്ക് ബലിയിടാറില്ലേ? എന്തിനാ അത്? മനുഷ്യനായി ജനിച്ച് ജീവിച്ച് പിരിഞ്ഞു പോയ കാലം വരെ അവരനുഭവിച്ച നിരവധി വേദനകളുണ്ട്. ആശ, നിരാശകൾ, സ്വപ്നങ്ങളും സ്വപ്നഭംഗങ്ങളും എന്നിങ്ങനെ ഒരു മനുഷ്യായുസിൽ അവർ ജീവിച്ചു തീർത്ത എല്ലാ ദിവസങ്ങളുടെയും ആകെത്തുകയ്ക്കപ്പുറം സബലീകരിക്കാനാവാതെ പോയ ആഗ്രഹങ്ങളുടെ അവസാന പൂർത്തീകരണമാണ് ബലികർമ്മം. ശരിയല്ലെന്ന് ആലോചിച്ചാൽ മതി. അതിന് സുഭദ്രാമയ്ക്ക് ബലിതർപ്പണം നടത്തിയിട്ടുണ്ടോ? അവസാനത്തെ ആ ഒരു ഉരുള ചോറിന് ഏതൊരു ആത്മാവിനെയും പോലെ സുഭദ്രാമ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ആലോചിച്ച് നോക്ക് സാറ്. ഞാനിനി എന്താ അവൾക്ക് ബലി കൂടി ഇടണമെന്നാണോ നീ പറയുന്നത്? എന്താ വേണ്ടെന്ന് സാറ് തന്നെ തീരുമാനിക്കും. അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ള ആരോടും ചോദിക്കും. എന്തായാലും ഒരു കാര്യം മറക്കരുത്. ദുർമരണപ്പെട്ട ഒരു ആത്മാവാണ് സുഭദ്രാമയുടേത്. അതുകൊണ്ടാണ് ഈ ഗതി കിട്ടാതെ അലയുന്നതും. അവർ ജീവിച്ച ജീവിതത്തിൽ സാറിൻ്റെ ഭാര്യയായിരുന്നു എന്നതാണ് പ്രധാനം. അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് മോക്ഷപഥത്തിലേക്ക് അയച്ചേക്കും. അതാവും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ സാറ് ഈ ഭൂമിയിൽ സുഖമായിട്ട് ഉറങ്ങില്ല. അച്ചിട്ട